ചേച്ചി ചേച്ചി ചേച്ചിയുടെ നൃത്തം ഇത്രയും നന്നാവുമെന്ന് ഞാൻ കരുതിയില്ല. ആഹാ സരസേ, എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കാലത്തിനിടയ്ക്ക് നമ്മുടെ ഒരു പരിപാടിയും ഇത്ര നന്നായിട്ടില്ല. ചേട്ടന്റെ പാട്ടാണ് എന്നെ കൊണ്ട് നൃത്തം ചെയ്യിച്ചത്. സരസയുടെ നൃത്തത്തിലൂടെ എന്റെ പാട്ട് നന്നായെന്ന് പറയും. സാർ വരണം വരണം, പരിപാടി ഗംഭീരമായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. നൃത്തം ഇത്ര നന്നാവുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ പ്രത്യേക സമ്മാനം കൊണ്ടുവരുമായിരുന്നു. ഏതായാലും തൽക്കാലം എതിരിക്കട്ടെ. എന്തിനാണ്? എന്റെ സന്തോഷത്തിന്. അയ്യോ അതൊന്നും വേണ്ട. വാങ്ങിക്കൂ ചേച്ചി. ഒരാൾ സമ്മാനമായി തരുമ്പോ വേണ്ടെന്ന് പറയരുത്. വാങ്ങിച്ചോടി. ഒരാൾ സന്തോഷിച്ചു തരുന്നത് വാങ്ങിക്കാതിരിക്കരുത്. പ്ലീസ് വാങ്ങിച്ചോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, ഞാനിത് കൊണ്ടുപോയി എനിക്കൊരു പാവാടയും ചേച്ചിക്ക് ഒരു സാരിയും ഒക്കെ വാങ്ങിക്കും. എന്താ ഞാൻ സഹായിക്കണോ? സാറ് ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ആ സരസയെ കണ്ടത് നന്നായി. നിന്റെ നൃത്തം കണ്ട നിമിഷം മുതൽ ഞാനൊരു ചിന്താക്കുഴപ്പത്തിലാണ്. എന്താണ്? നൃത്തമാണോ അതോ നർത്തകിയാണോ എന്നെ കൂടുതൽ ആകർഷി? മറുപടി പറയൂ. എനിക്കെങ്ങനെ അറിയാം? എന്നാ ഞാൻ പറയാം, നർത്തകിയാണ്. സരസേ, ഞാൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ഉമിത്തി പോലെ നീറിക്കൊണ്ടിരിക്കുന്ന വിചാരവുമായി ഞാൻ നടക്കാറില്ല. പറയാനുള്ളത് അപ്പോപ്പൊ തുറന്നു പറയും. പറയട്ടെ, നിനക്കെന്ത് തോന്നിയാലും എനിക്കൊന്നുമില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അയ്യോ സാറിന് പോകൂ പോകൂ. എന്താ നിങ്ങളിങ്ങനെ? ഞാൻ നിങ്ങളെ കാത്തിരിക്കുക. ആഹാ ആഹാ, നിങ്ങൾ രണ്ടുപേർക്കും എന്ത് പറ്റി? ചേച്ചിക്ക് എന്ത് പറ്റിയെന്നാണ് ഞങ്ങൾ നോക്കുന്നത്. ആ സാരി വന്ന് എന്നോട് സംസാരിക്കാൻ നിന്നാൽ ഞാൻ എന്ത് ചെയ്യും? തിരിച്ചങ്ങോട്ടും സംസാരിക്കണം. അടിക്കടി വാക്കിന് വാക്ക്. അതാണ് വേണ്ടത്, അല്ലേ ശ്യാമളെ? പിന്നല്ലേ. ഏയ്, ചേച്ചി അങ്ങോട്ട് സംസാരിച്ചില്ലേ? ഞാൻ എന്ത് സംസാരിക്കാനാ? ആ അത് പോട്ടെ. ആ ഞാൻ സംസാരിച്ചു. നിങ്ങൾക്ക് എന്ത് വേണം? അയ്യോ, ഞങ്ങൾക്കൊന്നും വേണ്ടേ. ഞങ്ങൾ എന്തോ വേണോന്ന് ചേച്ചി അങ്ങ് പറഞ്ഞേച്ചാ മതി. എന്തായത്? ഇത് 2 ബ്ലൗസിന്, ഇതൊരു പാവാടയ്ക്ക്. ഇതെന്താ? ഇതെനിക്കൊരു സാരി. നോക്കട്ടെ. വളരെ നന്നായിരിക്കുന്നു. സരസയ്ക്ക് നല്ലത് തിരഞ്ഞെടുക്കാൻ അറിയാം. എന്നെ കളിയാക്കണ്ട ചേട്ടാ. സരസ ഇരിക്കും. വേണ്ട, എനിക്ക് വേഗം വീട്ടിലെത്തണം. ആ എന്റെ അളവ് വേണ്ടേ? എല്ലാം എന്റെ മനസ്സിലുണ്ട്. ഇതെപ്പോ വേണമെന്ന് പറഞ്ഞാൽ മതി. ആ എനിക്ക് അത്ര ധൃതിയൊന്നുമില്ല ചേട്ടാ. എന്നാൽ ഒരാഴ്ച. എനിക്കിവിടെ ജോലി തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. സരസയുടേതല്ലേ, എന്റെ കലാപാഠം മുഴുവൻ ഞാനിതിൽ കാണിക്കണ്ടേ. എന്നാ ഞാൻ പോട്ടെ, പിന്നീട് വരാം. ഇതിന് സരസ ഇങ്ങോട്ട് വരണമെന്നില്ല. തയ്ച്ചു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് തരാം. ശരി. അയ്യോ, ഇനി ഇതിങ്ങനെ താമസിപ്പിക്കാതെ പറയേണ്ടവരോടൊക്കെ പറഞ്ഞ് അറിയിപ്പിക്കുന്നിടത്തൊക്കെ അറിയിപ്പിച്ച് കാര്യമൊന്നും നടത്തരുത്. അങ്ങനെ അങ്ങ് ധൃതി പിടിച്ച കാര്യം നടക്കുമോ? സ്വല്പം സാവകാശത്തിലാകുന്നല്ലേ നല്ല. അത് ശരി. വീട്ടിലേക്കല്ലേ? കേൾക്കോളൂ. അയ്യോ വേണ്ട, ആരെങ്കിലും കാണും. കേൾക്കൂ സരസേ. ആരെങ്കിലും കണ്ടാലെന്താ? എന്തെങ്കിലും വിചാരിക്കും. എന്ത് വിചാരിക്കാൻ? കാറുള്ളപ്പം നടക്കുന്നത് തെറ്റാണ്. കേറോ? അയ്യോ വേണ്ട സാർ, ഞാൻ പോവുക. സരസേ, സരസേ, ഇങ്ങോട്ട് കയറാനാ പറഞ്ഞത്. അയ്യോ സാറേ, ഞാൻ കയറിയില്ലെങ്കിൽ ഞാൻ പിടിച്ച് കയറ്റും. എന്തു പറയുന്നു? കയറൂ, ഭയപ്പെടണ്ട.
നിന്നെ ഇത്രമാത്രം സ്നേഹിച്ചു പോകുമെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു. ഞാൻ പോട്ടെ, അച്ഛൻ വന്നിട്ടുണ്ടാവും. സരസേ, ഇന്ന് രാത്രിയെങ്കിലും നീ ടി വിയിലേക്ക് വരണം. അയ്യോ ഇല്ല, ഞാൻ വരില്ല. ഞാനാണ് പറയുന്നത് വരണമെന്ന്. അച്ഛനും അനിയത്തിയും അറിയാതെ സാധിക്കില്ല. എന്നെ അറിയാമല്ലോ. ഇല്ല. ഇന്ന് രാത്രി നീ ടി വിയിലേക്ക് വന്നില്ലെങ്കിൽ എന്തു സംഭവിക്കുമെന്നറിയാമോ? എന്താണ്? ഇന്ന് രാത്രി നിന്റെ വീട്ടിലൊരു കള്ളം കയറും. അയ്യോ, വീടും നാടും അറിയാതെ നിന്നെ ഞാൻ കട്ടുകൊണ്ടുപോകും. ദൈവത്തെ വിചാരിച്ച് വീട്ടിലേക്ക് വരരുതേ. രണ്ടാലൊന്ന് ഇന്ന് സംഭവിക്കും. നീ അങ്ങോട്ട് വരിക, അല്ലെങ്കിൽ ഞാൻ ഞാൻ കാത്തിരിക്കും. ബൈ ബൈ. ബൈ ബൈ. ചേട്ടൻ എന്താ അവിടെ നിൽക്കുന്നത്? സരസ എവിടെ പോയിരുന്നു? ഞാനോ? ഞാൻ എവിടെയും പോയില്ലല്ലോ. ഞാൻ വീട്ടിൽ തിരക്കി, കണ്ടില്ല. എന്താ കാര്യം ചേട്ടാ? സരസെ, എന്നോട് ഈ സ്നേഹക്കുറവ് കാണിക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? ചേട്ടനോട് സ്നേഹം കൂടുതൽ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. അവൻ ആരാണെന്ന് നിനക്കറിയാമോ? കുറച്ചു ദിവസം ടി വിയിൽ വന്ന് താമസിക്കുന്ന ഒരാളെ നീ ഇങ്ങനെ വിശ്വസിക്കരുത്. അതെന്റെ ഇഷ്ടമാണ് ചേട്ടാ. നിന്റെ പോക്ക് അപകടത്തിലേക്കാണ്. ചേട്ടൻ ഇതിൽ വേദനിക്കാൻ കാര്യമില്ല. സരസേ, വർഷങ്ങളായി ഞാൻ നിന്നെ എന്റെ മനസ്സിൽ വെച്ച് പൂജിക്കുകയാണ്. വിവാഹാലോചനയുമായി എന്റെ വീട്ടുകാരെ അയക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ അറിയണം. അറിയേണ്ട ഞാനാണ്. നിർബന്ധിച്ചിട്ട് കാര്യമില്ല. സരസേ, ഇതാ, ഇത് കൊണ്ടുപോയിക്കൊള്ളു. രാധേ, രാധേ. എന്താ അച്ഛാ? എന്റെ ചേച്ചി എവിടെ പോയി? ഇതാ വന്നു അച്ഛാ. നീ എവിടെ പോയിരിക്കുന്നു? ഞാൻ ചേച്ചിയില്ല അച്ഛാ. പിന്നെ അയ്യപ്പ ചേട്ടന്റെ വീട്ടിൽ പോയതാ. അവരുടെ മകളില്ലേ, ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ചേച്ചി കാണാൻ പോയതാ. ഞാൻ ഒന്ന് ചന്ത വരെ പോയിട്ട് വരാം. ചേച്ചി, ഇനി എന്നെ കൊണ്ടാവില്ല. ഞാൻ അച്ഛനോട് കളവ് പറഞ്ഞു പറഞ്ഞ് മടുത്തു. ചേച്ചി കേട്ടുണ്ടോ? പല നാൾ കള്ളൻ ഒരു നാൾ വലയിൽ. ഇതൊരു നല്ല വലയാണ് മോളെ. ഇനി ഞാൻ എന്റെ മോളെ കൊണ്ട് അധികം കളവ് പറയിക്കില്ല. അദ്ദേഹം എന്നെ വിവാഹം ചെയ്തോളാമെന്ന് സത്യം ചെയ്തിട്ടുണ്ട്. നേരാണോ ചേച്ചി? അതെ മോളെ. വരൂ, അകത്തേക്ക് വരൂ. ഇരിക്കൂ. ഇനിയും വൈകിരുന്നെങ്കിൽ ഞാൻ അവിടെ എത്തുമായിരുന്നു. അത് പേടിച്ചാണ് ഞാൻ വന്നത്. എന്തിനാണ് വരാൻ പറഞ്ഞത്? വേഗം പറയൂ, എനിക്ക് പേടിയാവുന്നു. പേടിക്കാനൊന്നുമില്ല. വാച്ച്മാൻ അപ്പുറത്ത് കിടന്നുറങ്ങുകയാണ്. അടുത്ത മുറിയിലൊന്നും ഇന്നാരുമില്ല. എന്നാലും ആരെങ്കിലും അറിഞ്ഞാൽ?
നിനക്കെന്നെ വിശ്വാസമില്ലേ? അതുകൊണ്ടല്ല. പിന്നെ സരസേ, ഏറിയാൽ 1 മാസം എന്റെ അച്ഛനും അമ്മയും വരും. പെണ്ണ് കാണാനല്ല, വിവാഹം നിശ്ചയിക്കാൻ. ഇനിയും നിന്നോട് എത്ര തവണ ഞാനിത് പറയണം? സാറേ, ഞാൻ നിന്റെ സാറല്ല, ഞാൻ നിന്റെ ചേച്ചി, ചേച്ചി എവിടെ പോയിരുന്നു? ഞാൻ ഇത് ശരിയാണോ ചേച്ചി? മോളെ, എനിക്ക് അദ്ദേഹത്തെ നല്ല വിശ്വാസമുണ്ട്. അദ്ദേഹം നല്ല ആളാണ്, എന്നെ ചതിക്കില്ല. ആ, സമയം ഒരുപാടായി. ചേച്ചി കിടന്നോളൂ. അമ്മയും മോളും കൂടി ഒരു ചെറിയ വിരുന്നിന് പോയിരിക്കാം. ഇവിടെ ആരുമില്ല. ഞാൻ ചേട്ടനെ ടിവിയിൽ നോക്കി. എന്താ വിശേഷം? എന്താന്ന് വെച്ചാ പറയണേ. അദ്ദേഹം പിന്നെ വന്നില്ലല്ലോ ചേട്ടാ. അദ്ദേഹം ആര് മോളെ? സോമെന്ന് പറഞ്ഞ ആള്. ഏത് സോമൻ? അന്ന് എന്റെ നൃത്തം കണ്ടിട്ട് സമ്മാനം തന്ന ആളില്ലേ? എന്തിനാ അയാൾ വരുന്നത്? അയാൾ ഇനിയും വരുമെന്ന് നിന്നോട് പറഞ്ഞു? എനിക്ക് നല്ല വിശ്വാസമാ, വരാതിരിക്കില്ല. നിനക്ക് വല്ല അബദ്ധവും പറ്റിയ മോളെ? എല്ലാവരും അറിയുന്നതിന് മുമ്പേ വന്നാൽ മതിയായിരുന്നു. നീ ചതിച്ചോ മോളെ? അച്ഛാ, സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഇനി തല്ലിയിട്ടും കൊന്നിട്ടും കാര്യം എന്താ?
മാനക്കേട് എന്തെന്ന് നിങ്ങളുടെ അച്ഛൻ ഇന്ന് വരെ അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ എല്ലാം സഹിക്കന്നെ, അല്ലാതെ എന്താ ചെയ്യ? അമ്മാവാ, എന്താ രാധേ? ആ സാറിന്റെ മേൽവിലാസം ഇവിടെ ഉണ്ടാവില്ലേ? ആ ദുഷ്ടന്റെയോ ബുക്കിൽ കാണും. അതൊന്ന് എഴുതി തരണം അമ്മാവാ. എന്തിനാ? ഒരു കത്തെഴുതി നോക്കാനാ. ആ, നീ വീട്ടിലേക്ക് പോയിക്കോ. എഴുതി എടുപ്പിച്ച് ഞാൻ വരുമ്പോ കൊണ്ടുവരാം. ശരിയായ മേൽവിലാസമാണോ എഴുതിയിരിക്കുന്നതെന്ന് ആർക്കറിയാം?